നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസ് SRHനെതിരെ വിജയിച്ച വഴി എങ്ങനെയാണെന്ന് പരിശോധിക്കുന്ന പോലെ തന്നെ SRHന് എന്താണ് സംഭവിച്ചത് എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ മുംബൈ ഇന്ത്യൻസിനെ ഇനി ഭയന്നേ പറ്റൂ എന്നുള്ളത് നമ്മൾ 2 മത്സരങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. കാരണം അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ക്ലിക്കായിട്ടുണ്ട്. അതതിൻ്റെ പീക്കിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഭയന്നേ പറ്റൂ. എതിരാളികൾ ആദ്യത്തെ 5 കളികളിൽ നിന്ന് ഒരേ ഒരു വിജയം ഉണ്ടായിരുന്ന ടീം പിന്നീടത്തെ 4 മത്സരങ്ങളും തുടർച്ചയായി വിജയിക്കുമ്പോൾ അത് കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രത്യേകിച്ച് ഇന്നലെ സൂര്യകുമാർ യാദവ് പറഞ്ഞ പോലെ രോഹിത് ശർമ്മ സ്കോർ ചെയ്യുമ്പോൾ അത് കാര്യങ്ങൾ അവർക്ക് എളുപ്പമാവുകയുമാണ്. ഇന്നലത്തെ കളി നോക്കുക. മുംബൈ ഇന്ത്യൻസ് അനായാസമാണ് വിജയിച്ച് കയറുന്നത്. 7 വിക്കറ്റിൻ്റെ വിജയം അവർ സ്വന്തമാക്കി. സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്തിട്ട് നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാക്കി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. കാരണം അവർ തകർന്നടിഞ്ഞിടത്ത് നിന്ന് ഹെൻറിക് ക്ലാസിനും അഭിനവ് മനോഹറും ചേർന്നാണ് അവരെ രക്ഷപ്പെടുത്തിയത്. 8 വിക്കറ്റ് 143, ക്ലാസിൻ്റെ 71. അതൊരു ക്ലാസ് പ്രകടനമാണ്. കൈയടിച്ചേ പറ്റൂ. തകർന്ന ടീമിനെയാണ് അദ്ദേഹം 140 കടത്തിവിട്ടത്. മനോഹർ ഇമ്പാക്റ്റ് സബ്ബായി വന്നിട്ട് 43 റൺസ് അടിച്ചു. മുംബൈ ഇന്ത്യൻസിൻ്റെ ഓപ്പണിംഗ് ബൗളർമാർ മികച്ച രൂപത്തിൽ ന്യൂ ബോൾ ഉപയോഗപ്പെടുത്തി. അതാണ് SRHൻ്റെ പ്ലാനുകൾ മുഴുവനും തെറ്റിച്ച് കളഞ്ഞത്. 26 റൺസിന് 4 വിക്കറ്റാണ് ബോൾട്ട് വീഴ്ത്തിയതെങ്കിൽ 12 റൺസിന് 2 വിക്കറ്റാണ് ചാഹർ വീഴ്ത്തിയിട്ടുള്ളത്. ഇതാണ് കളിയുടെ ഒരു രത്ന ചുരുക്കം. നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് വന്നാൽ, കഴിഞ്ഞ ആഴ്ച മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വാങ്കഡയിലിട്ട് തോൽപ്പിച്ചിരുന്നു. അതൊരു സ്ലോ സർഫേസിലായിരുന്നു. ഏതാണ്ട് അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ റിവേഴ്സ് ഫിക്സറിലും സംഭവിച്ചിരിക്കുന്നത്. 143-8. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 143 എന്നുള്ളത് വലിയ കാര്യമാണ് അവർക്ക്. കാരണം 35-5 എന്ന നിലയിലേക്ക് വീണുപോയ ടീമായിരുന്നില്ലേ. അവിടെ നിന്നാണ് ഈ രൂപത്തിലേക്കുള്ള മാറ്റം വന്നത്. അതിന് കൈയടിക്കേണ്ടത് ക്ലാസിന് തന്നെ. 44 പന്തിൽ നിന്ന് 71 അദ്ദേഹം സംഭാവന ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത് ഇഷാൻ കിഷൻ്റേതാണ്. ഇഷാൻ കിഷൻ എന്താണ് ചെയ്തത്? അദ്ദേഹം ഔട്ടാണെന്ന് ആരാണ് പറഞ്ഞത്? അദ്ദേഹം വാക്ക് ഓഫ് ചെയ്യുകയായിരുന്നു. പിന്നെ അമ്പയർക്ക് കൈ ഉയർത്തുകയല്ലാതെ മറ്റു കാര്യം ചെയ്യാനില്ല. ഗ്ലൗവിൽ ബോൾ കൊണ്ടിട്ടില്ല, ബാറ്റിൽ കൊണ്ടിട്ടില്ല, എവിടെയും ടച്ചില്ലാതെ എന്തുൾവിളിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് കയറിപ്പോയത്. എന്തായാലും ടീം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊന്നുകൂടി ആക്കം കൂട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ ആ തെറ്റായ തീരുമാനം സഹായിച്ചത്. അത് ഒന്നുകൂടി തകർക്കാനാണ്. ഏതായാലും ഇതിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, കളി തീരുമാനമാക്കിയ പെർഫോമൻസ് വന്നത് തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിൻ്റെ ഓപ്പണിംഗ് ബൗളർമാരിൽ നിന്നാണ്. ട്രെൻറ്റ് ബോൾട്ടും ദീപക് ചാഹറും രണ്ടുപേരും ന്യൂ ബോൾ വെച്ച് മനോഹരമായിട്ട് പന്തെറിഞ്ഞു. പവർ പ്ലേ ലോവസ്റ്റ് സ്കോറാണ്, SRHൻ്റെ ലോവസ്റ്റ് സ്കോറാണ് വന്നത്. 24 റൺസിന് 4 വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് അവർ വീണുപോയി. ദെൻ ടീം ഡബിൾ ഡിജിറ്റിൽ, അതായത് 100 പോലും കടക്കാതെ കൊളാപ്സ്ഡായി പോകും എന്ന് കരുതിയ ഘട്ടം അവർക്ക് 5ാമത്തെ വിക്കറ്റ് 9ാമത്തെ ഓവറിൽ നഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് നേരത്തെ ഇറങ്ങി വന്ന അഭിനവ് മനോഹറും അതുപോലെ തന്നെ ക്ലാസിനും ചേർന്നുള്ള കൂട്ടുകെട്ടാണ്. പക്ഷെ അത് വരുമ്പോഴേക്കും ഓൾറെഡി ഡാമേജ് വന്ന് കഴിഞ്ഞിരുന്നു. 144 ഒരു മാന്യമായ സ്കോറാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും ഒരിക്കലും ആ പിച്ചിൽ അത് മതിയാവുമായിരുന്നില്ല എന്നുള്ളത് രോഹിത് ശർമ്മ ബാറ്റ് ചെയ്തതോടുകൂടി വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി എടുത്ത് പറയേണ്ടത്, മുംബൈ ഇന്ത്യൻസിൻ്റെ വിജയം വന്ന വഴി എവിടെന്ന ആദ്യം അവർക്ക് വഴി വെട്ടിക്കൊടുത്തത് അവരുടെ ഓപ്പണിംഗ് ബൗളേഴ്സ് തന്നെയാണ്. ബോൾട്ടും ദീപക് ചാഹറും ഗെയിം കൃത്യമായിട്ട് സെറ്റപ്പ് ചെയ്യുകയായിരുന്നു. രണ്ടുപേരും ന്യൂ ബോൾ നന്നായിട്ട് മൂവ് ചെയ്യിച്ചു. അതുപോലെ തന്നെ സർഫേസിൽ ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും അവർ അഡ്വാൻറ്റേജ് മുതലാക്കുകയും ചെയ്തു. സോ കണ്ടീഷൻസ് ട്രിക്കി ആയിരുന്നു. SRHൻ്റെ ടോപ്പ് ഓർഡർ ആകെ തകർന്നു പോവുകയും ചെയ്തു. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും വീണതോടുകൂടി അവരുടെ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമാവുകയായിരുന്നു. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ അവസ്ഥ എന്താണ്? നിതീഷ് കുമാർ റെഡ്ഡി ഏറ്റവും ഒടുവിൽ ഫോമായത് എന്നാണ്? ഈ IPL അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ മികച്ചൊരു പ്രകടനം കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇഷാൻ കിഷൻ്റെ ആ മടങ്ങിപ്പോക്ക് കൂടിയാവുമ്പോൾ കാര്യങ്ങൾ പൂർത്തിയാവുകയായിരുന്നു. ഇനി നമ്മൾ വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ബൂമ്രയാണ് എക്സ്പെൻസീവായിട്ട് പന്തെറിഞ്ഞ ബൗളർ. ക്ലാസിനും അഭിനവ് മനോഹറും ചേർന്നുകൊണ്ട് ടീമിനെ സ്റ്റഡിയാക്കിക്കൊണ്ട് വന്നു. ആ ഘട്ടത്തിൽ
തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം 1-2 വിക്കറ്റുകൾ അവിടെ വീഴ്ത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാളും ചെറിയ സ്കോറിൽ അവർക്ക് ഒതുക്കാൻ പറ്റുമായിരുന്നു SRHനെ. പക്ഷേ അതിന് സാധിക്കാതിരിക്കാൻ കാരണം ക്ലാസിൻ്റെ റെസിസ്റ്റൻസും അനികേത് അഭിനവ് മനോഹറിൻ്റെ സഹായകരമായിട്ടുള്ള ഇന്നിങ്സുമാണ്. 37 പന്തിൽ നിന്നാണ് 43 റൺസ് അഭിനവ് മനോഹർ എടുത്തതെങ്കിൽ ക്ലാസൻ 44 പന്തിൽ നിന്ന് 71 റൺസാണ് എടുത്തത്. നമ്മൾ ബൂംറയുടെ കാര്യത്തിലേക്ക് വന്നാൽ ബൂംറ 4 ഓവറിൽ 39 റൺസ് വിട്ടുകൊടുത്തു. അദ്ദേഹമാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൗളർമാരിൽ ഒരാൾ. ശരിയാണ്, പാണ്ഡ്യക്കും കിട്ടിയിട്ടുണ്ട്. 3 ഓവറിൽ 31 റൺസാണ് പാണ്ഡ്യ കൊടുത്തത്. അതോടൊപ്പം തന്നെ ദീപക് ചാഹർ, ട്രെൻറ്റ് ബോൾട്ട് എന്നിവർ കളി സെറ്റ് ചെയ്തിരുന്നു. ട്രെൻറ്റ് ബോൾട്ട് 4 ഓവറിൽ 26 റൺസിലാണ് 4 വിക്കറ്റ് എടുത്തത്. ദീപക് ചാഹർ 4 ഓവറിൽ 12 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തി. പിന്നെ വിക്കറ്റുകളില്ലെങ്കിലും ഏറ്റവും മനോഹരമായിട്ട് പന്തെറിഞ്ഞ ഒരാളാണ് മിച്ചൽ സാന്റ്നർ. അദ്ദേഹം തൻ്റെ പേസ് വേരി ചെയ്തു എന്ന് മാത്രമല്ല, ആ മികച്ച രൂപത്തിൽ സീം വ്യത്യസ്തമായ രൂപത്തിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ചെയ്തതോടുകൂടി ബാറ്റർമാർക്ക് അദ്ദേഹത്തെ ഹിറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് തീരുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കളിയിലും സാന്റ്നർ ഏറ്റവും മനോഹരമായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം തുടരുകയും. സോ സ്പിൻ ബൗളിങ്ങിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള സഹായം ലഭിക്കുന്നു എന്നർത്ഥം. ഇന്നലെ വിഘ്നേഷ് പുത്തൂരി കളിച്ചിരുന്നു. 1 ഓവറാണ് അദ്ദേഹം ബോൾ ചെയ്തത്. 15 റൺസ് അദ്ദേഹം വഴങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കോർ അത് 143, 144 വിജയലക്ഷ്യം. അതിലേക്ക് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വിക്കറ്റുകൾ വീഴാതെ പവർ പ്ലേ കടന്നു പോവുക എന്നുള്ളത് തന്നെയായിരുന്നു മുംബൈയുടെ ലക്ഷ്യമെങ്കിൽ തുടക്കത്തിൽ അത് പിഴക്കുന്ന കാഴ്ച കണ്ടു. രണ്ടാമത്തെ ഓവറിൽ തന്നെ അവർക്ക് റിക്കിൾട്ടനെ നഷ്ടപ്പെടുകയായിരുന്നു. റിക്കിൾട്ടൻ 8 പന്തിൽ നിന്ന് 11 റൺസ്. എന്തെങ്കിലും ഒരു സാധ്യത കളി തിരിച്ചു പിടിക്കാൻ SRHന് ഉണ്ടായിരുന്നെങ്കിൽ വിക്കറ്റുകൾ തുടരെ വീഴ്ത്തുക എന്നുള്ളതായിരുന്നു. തുടക്കത്തിൽ അവർ സക്സസ്ഫുൾ ആയെങ്കിലും രണ്ടാമത്തെ വിക്കറ്റിന് വേണ്ടി പിന്നീട് അവർക്ക് 10ാമത്തെ ഓവർ വരെ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോഴേക്കും കളി ഏതാണ്ട് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു രോഹിത് ശർമ്മയും വിൽ ജാക്സും ചേർന്ന്. വിൽ ജാക്സ് 19 പന്തിൽ 22 റൺസാണ് എടുത്തത്. രോഹിത് ഒരു ഭാഗത്ത് നിൽക്കുന്നു, അദ്ദേഹത്തിന് കൂട്ടായിട്ട് സൂര്യ എത്തുന്നു. പിന്നെ അങ്ങോട്ടൊരു പൊളിച്ചെടുക്കലാണ്. രോഹിത് 46 പന്തിൽ നിന്ന് 69 മിനിറ്റ് ക്രീസിൽ നിന്നിട്ട് 46 പന്തിൽ 8 4-ഉം 3 6-ഉം അടക്കം ഈ 70 റൺസാണ് അടിച്ചു കൂട്ടിയത്. കഴിഞ്ഞ കളിയിലും അദ്ദേഹം 70ക്ക് മുകളിൽ അടിച്ചിരുന്നു. സോ ബാക്ക് ടു ബാക്ക് അർദ്ധ സെഞ്ചുറികളുമായിട്ട് രോഹിത് ശർമ്മ മുംബൈയുടെ വിജയം അനായാസമാക്കി തീർക്കുകയായിരുന്നു. സൂര്യകുമാർ യാദവ് T20യിലെ ഏറ്റവും മികച്ച ബാറ്റർ താനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന പ്രകടനം. 19 പന്തുകൾ 5 4-ഉം 2 6-ഉം അടക്കം 40 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. അനായാസ വിജയം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയതോടുകൂടി സംഭവിച്ചത് അവർ പോയിൻ്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് ഉയർന്നു എന്നുള്ളതാണ്. 6ാം സ്ഥാനത്ത് നിന്നാണ് അവർ 3ാം സ്ഥാനത്തേക്ക് വരുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ വളരെ താഴെ നിന്നിരുന്ന ഒരു ടീമാണ് ഈ രൂപത്തിലേക്ക് മാറി വന്നത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മുംബൈയുടെ വിജയം വന്ന വഴി വളരെ കൃത്യമാണ്. വിജയത്തിനായിട്ട് അവർക്ക് വഴി വെട്ടിക്കൊടുത്തത് അവരുടെ ഓപ്പണിംഗ് ബൗളേഴ്സാണ്. ദീപക് ചാഹറും ട്രെൻറ്റ് ബോൾട്ടും ചേർന്നുകൊണ്ടാണ്. അതിന് ഒരു തടസ്സം നിൽക്കാൻ വേണ്ടി ശ്രമം ക്ലാസൻ നടത്തിയെങ്കിലും അതുണ്ടായില്ല. അതുണ്ടാവാതിരിക്കാനുള്ള കാരണം മിഡിൽ ഓവറുകളിലെ മനോഹരമായിട്ടുള്ള മിച്ചൽ സാന്റ്നറുടെ ബൗളിങ്ങും മറ്റുമൊക്കെ തന്നെയാണ്. ഒടുവിൽ മറുപടി ബാറ്റിങ്ങിലോ വിജയത്തിലേക്ക് ക്രൂയിസ് ചെയ്ത് അവരെത്താനുള്ളൊരു കാരണം രോഹിത് ശർമ്മയുടെ ഫോം കൂടിയാണ്. അപ്പോൾ രോഹിത് ഫോമായി കഴിഞ്ഞാൽ പിന്നെ ഏത് ടീമിനെയും അനായാസം തോൽപ്പിക്കാം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതവർ ചെയ്തെടുക്കുന്ന കാഴ്ചയും കണ്ടു. സോ ഈ വിജയത്തിന് വഴിവെച്ചത് അവരുടെ ഓപ്പണിംഗ് ബൗളേഴ്സ് ആണെങ്കിൽ അത് മനോഹരമായിട്ട് ചെയ്തു തീർത്തത് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ഒക്കെ അടങ്ങുന്ന അവരുടെ എക്കാലത്തെയും വിശ്വസ്തരായിട്ടുള്ള കളിക്കാർ തന്നെയാണ്. ഇനി എന്തുകൊണ്ട് മുംബൈ ഇന്ത്യൻസിനെ ഭയക്കണം എന്നുള്ളതിന് ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോവേണ്ടതില്ലല്ലോ. അവരുടെ എല്ലാ താരങ്ങളും ക്ലിക്കായി കഴിഞ്ഞു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായിട്ട് ക്ലിക്കായി കഴിഞ്ഞു. സ്പിൻ ബൗളിങ്ങിൽ മിച്ചൽ സാന്റ്നർ കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. പേസ് ബൗളിങ്ങിൽ ജസ്പ്രീത് ബുംറ മാത്രമല്ല, ദീപക് ചാഹറും ട്രെൻറ്റ് ബോൾട്ടും ഒക്കെ കാര്യങ്ങൾ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ബാറ്റിങ്ങിന് രോഹിത് കൂടി ഫോമായി വരുമ്പോൾ എല്ലാം അവർക്ക് അനുകൂലമായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൂർണ്ണ ശക്തിയിലാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം SRHൻ്റെ കാര്യം തീർച്ചയായിട്ടും പരിതാപകരമാണ്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ തകർന്ന് വീഴുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ അവർക്കുണ്ട്. പോയ സീസണിലും ഇന്നും പ്രകടനം നടത്തിയവർ അത് തുടരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ ടീമിൻ്റെ കോർ അതുപോലെ നിലനിർത്തിയിട്ടും പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അനുകൂലമാവുന്നില്ല. അവരുടെ ഓപ്പണർമാർ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ടീമിൻ്റെ കാര്യം കഷ്ടകാലമാണ് എന്നുള്ളത് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ഹെൻറി ക്ലാസിനെ പോലെ ഒരാൾ മിഡിൽ ഓർഡറിൽ അങ്ങനെ കളിച്ചിട്ടും കൂടെ നിന്നുകൊണ്ടൊരു മികച്ച രൂപത്തിൽ ടീമിനെ കൊണ്ടുപോകാൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കളിക്കാത്തത് എന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ്. ഇന്നലത്തെ കളിക്ക് ശേഷം പാറ്റ് കമിൻസ് പറഞ്ഞത് കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കുറച്ചുകൂടി ഡീപ്പായിട്ട് ബാറ്റ് ചെയ്യാൻ ബാറ്റർമാർ തയ്യാറാവണം എന്നുള്ളതാണ്. അത് സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കാത്തിടത്തോളം കാലം, വലിയൊരു സ്കോറിലേക്ക് അവർക്ക് പോകാൻ കഴിയാത്തിടത്തോളം കാലം അവരുടെ ടീം കോമ്പിനേഷൻ്റെ സ്വഭാവം അതാണ്. വലിയ സ്കോറിലേക്ക് പോയെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. അത് സംഭവിക്കാത്തിടത്തോളം കാലം
ഇത് തന്നെയായിരിക്കും അവരുടെ ഒരു അവസ്ഥ. പരിതാപകരമെന്നേ പറയാനുള്ളൂ. 8 കളികൾ കഴിയുമ്പോൾ 4 പോയിൻറ്റുമായിട്ട് -1.36 നെറ്റ് റൺ റേറ്റുമായിട്ട് 9ാം സ്ഥാനത്ത് SRH നിൽക്കുകയാണ്. ഇനിയൊരു തിരിച്ചുവരവിനുള്ള സാധ്യത തുലവും കുറവാണ്. അതേസമയം മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.